968937. ഈ നമ്പറിൽ വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു നൽകാം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് പാലക്കാട് പന്നിയങ്കരയിൽ നിന്നാണ്. അവിടെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് ചർച്ച നടന്നിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കും എന്നാണ് കമ്പനി അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരുകയും ചെയ്യും. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, ഇത് 6 പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനമാണല്ലോ. ഒട്ടേറെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ. പക്ഷേ പിന്മാറാൻ കമ്പനി അധികൃതർ തയ്യാറല്ല എന്ന് ഇന്നത്തെ ചർച്ചയിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിഖിൽ വിവരങ്ങൾ? ഉന്മേഷ്, ഈ 6 പഞ്ചായത്തുകളിലെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട്. അതായത് അവർക്ക് നിരന്തരം ഈ ഇരുഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. അതായത് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ടോൾ കടന്ന് അവർക്ക് പോകേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓരോ തവണയും ടോൾ നൽകി പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിന് ഒരു റെമഡി എന്നുള്ള നിലയ്ക്ക് ഈ ടോൾ കമ്പനി ഉടമകൾ പറഞ്ഞത് അവർക്ക് 300 രൂപയുടെ ഒരു പാസ് നൽകാമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നടന്ന ചർച്ചയിൽ, മന്ത്രിമാരുടെ അടക്കം സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ അതും സ്വീകാര്യമല്ല എന്നാണ് പറയുന്നത്. 4 മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ ചർച്ചയിൽ. ഒപ്പം ടോൾ കമ്പനി പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ജനകീയ വേദിയിലെ ആളുകൾ. 4 മന്ത്രിമാർ എന്ന് പറയുമ്പോൾ മന്ത്രി കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാർ കെ കൃഷ്ണൻകുട്ടിയും അതോടൊപ്പം തന്നെ എം പി രാജേഷുമാണ് ചർച്ചയിൽ ഉണ്ടായിരുന്നത്. പി സുമോദ് അടക്കമുള്ള MLA മാരുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഈ പ്രദേശവാസികൾക്ക് ടോൾ ഏർപ്പാടാക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് ടോൾ ഈടാക്കുക എന്നുള്ള തീരുമാനം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് നേരത്തെ തന്നെ ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് അവരിൽ നിന്ന് ടോൾ പിരിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തത്. പൊടുന്നനെ കമ്പനി ഒരു തീരുമാനമെടുത്തത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് ജനപ്രതിനിധികൾ പറഞ്ഞത്. ഏകപക്ഷീയമായി അങ്ങനെ ടോൾ പിരിക്കാനുള്ള തീരുമാനവുമായി ടോൾ കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ കാണേണ്ടി വരുമെന്ന് ഈ യോഗത്തിൽ പി സുമോദ് MLA നിലപാടെടുക്കുകയുണ്ടായി. അവർ യോഗം ചേർന്നതിന് ശേഷം, നിയമസഭ കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു യോഗം ചേരാമെന്ന് അറിയിച്ചെങ്കിലും ആ യോഗം ഇപ്പോൾ നടന്നിട്ടില്ല. ആ യോഗം ഇനി നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഒരു നിലയ്ക്കുമുള്ള ഒത്തുതീർപ്പിനും ഈ ടോൾ കമ്പനി പ്രതിനിധികൾ തയ്യാറല്ല. അവർ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രദേശവാസികളിൽ നിന്നുകൂടി ടോൾ പിരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരൊരു തീയതി തീരുമാനിക്കുകയും ആ തീയതി മുതൽ ഇനി ടോൾ പിരിക്കാനുമാണ് അവരുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് പന്നിയങ്കര സാക്ഷ്യം വഹിക്കുമെന്നാണ് ഇന്നിപ്പോൾ പി സുമോദ് തന്നെ പറയുന്നത്. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടുത്തെ ജനകീയ കൂട്ടായ്മ ഈ ടോൾ കമ്പനി തീരുമാനത്തിനെതിരെ നിലപാടെടുക്കുമെന്നാണ് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞത്. എന്തായാലും ഇനി പന്നിയങ്കരയിൽ കാണാൻ പോകുന്നത് സമര കാഹളം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ അതിന്റെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉന്മേഷ്, ശരി നിഖിൽ, ഏതായാലും അത്തരത്തിൽ തീരുമാനം കമ്പനി